എൻ്റെ പേര് നേഹ വിനോദ്. ഞാൻ ലീഡ് IASലെ പ്രിലിംസ് കില്ലറാണ് ചെയ്തത്. ഇവിടെ ടെസ്റ്റും എടുത്തിരുന്നു. അതേപോലെ ശരത് സാറിൻ്റെ UPSC ക്ലാസിക്കും ഞാൻ ചെയ്തിരുന്നു. ഞാൻ പ്രോപ്പറായിട്ട് ആ ഒരു എക്സാക്ട് ടൈമിലല്ല ജോയിൻ ചെയ്തത്. ഒരു മാർച്ച് ടൈം ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഒരു 2 മാസം മാത്രമേ എനിക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ സാറിൻ്റെ ആ ഒരു ക്ലാസ്സിക്ക് കണ്ട് തുടങ്ങിയതിന് ശേഷം എനിക്ക് മോക്ക് ടെസ്റ്റുകളിൽ ഇപ്പോൾ 100+, 120-25 ഒക്കെ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തെ പ്രിലിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി വളരെ ടഫായിരുന്നു. പക്ഷേ സാറിൻ്റെ സ്ട്രാറ്റജീസ് ഒരുപാട് ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ സാർ ഓരോ PYQ എടുക്കുമ്പോഴും സാറ് ഓരോരോ ടോപ്പിക്കുകൾ പറയും. അതായത് ഇന്ന ടോപ്പിക്കുകൾ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം എന്ന് സാറ് പറയും. അപ്പോൾ അത് ഞാൻ മസ്റ്റായിട്ടും പ്രിപ്പയർ ചെയ്യുമായിരുന്നു. സാറ് മസ്റ്റാണെന്ന് പറയുന്ന എല്ലാ ടോപ്പിക്കും ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതെനിക്ക് യൂസ്ഫുള്ളായി. പിന്നെ സാറ് പറഞ്ഞ ഒരുപാട് സ്ട്രാറ്റജീസ് വർക്കൗട്ട് ആയിട്ടുണ്ട്. 2025 തന്നെ ഒരു മ്യൂസിക് സ്കൂളിനെ കുറിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, ഹിന്ദുസ്ഥാനി. അപ്പോൾ സാർ അപ്പോഴേ പറഞ്ഞിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യരുതെന്ന്. അപ്പോൾ അതേപോലെ 2026ലും അതേ ജോണറിലുള്ള ഒരു സെയിം ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഞാൻ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ആ ക്വസ്റ്റ്യൻ സാറ് പറഞ്ഞതനുസരിച്ച് അതുപോലെ സ്കിപ്പ് ചെയ്തു. പിന്നെ സാറ് പറഞ്ഞ വേറൊരു പോയിന്റ്, ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ആയാലും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനറലി നോൺ ബൈൻഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ബൈൻഡിങ് ആയിരിക്കില്ല എന്നൊക്കെ സാറ് പറഞ്ഞായിരുന്നു ക്ലാസിക്സിൽ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് IRന്ന് ഇപ്രാവശ്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബൈൻഡിങ് നോൺ ബൈൻഡിങ് സാറ് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് IRൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഹിസ്റ്ററിയിലായാലും സാറ് ക്ലാസിക്കിൽ ചുമ്മാ ക്വസ്റ്റ്യൻസ് മാത്രമല്ല ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും സാറ് തരുമായിരുന്നു. എസ്പെഷ്യലി ഹിസ്റ്ററിയിലൊക്കെ ആയാലും ക്രൊണോളജി ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ മാപ്പ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുണ്ട്. എനിക്ക് മാപ്പ് തീരെ അറിയില്ലായിരുന്നു. ഞാൻ മാപ്പ് ക്വസ്റ്റ്യൻസ് 24ലും 25ലും പ്രിലിംസ് കൊടുത്ത സമയത്ത് ഞാൻ ചെയ്തതേ ഇല്ല. പക്ഷെ ക്ലാസിക് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ ക്ലാസിക്കിലും ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും സാറ് മാപ്പ് സ്പെസിഫിക്കലി സാർ എടുത്ത് കാണിക്കും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റായിട്ട് കണ്ട് മാപ്പ് നല്ല തറവാവുകയും മാപ്പിൽ നിന്ന് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്തു. ഇവിടുത്തെ തന്നെ യൂട്യൂബിൽ ഒരു 14 hours ഉള്ള ഒരു മാരത്തോൺ ഉണ്ടായിരുന്നു പ്രിലിംസിന് കുറച്ച് ജസ്റ്റ് മുൻപ്. അപ്പോൾ അതിൽ മേജറായിട്ടുള്ള എല്ലാ ടോപ്പിക്സും, ഇപ്പോൾ ജൈനിസം, ബുദ്ധിസം, അങ്ങനെയുള്ള ഒരുപാട് ഹിസ്റ്ററി. അപ്പോൾ അതിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി സാർ നല്ല രീതിക്ക് കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞു. പിന്നെ ഹിസ്റ്ററിയിലായാലും ജൈനിസം, ബുദ്ധിസം ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതും ആഷിഫ് സാറാണ്. സാർ അതിൻ്റെ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പുറത്തുനിന്നൊന്നും വരില്ല എന്നാണ്. അപ്പോൾ ആ സാറ് പറഞ്ഞ ബുദ്ധിസത്തിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടി. എനിക്ക് തോന്നുന്നു അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. പൊളിറ്റിക്സിലായാലും ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ നോട്ട് ലാസ്റ്റിൽ മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഡിഫൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു കൺഫ്യൂഷനുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അത് എല്ലാം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് സാറ് ഒരു ടേബിൾ പോലെ നമുക്ക് ആക്കി തന്നായിരുന്നു. അപ്പോൾ അതും ഒക്കെ ഒരുപാട് യൂസ്ഫുള്ളായി. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കേസ് പറയുകയാണെങ്കിൽ ഞാനാകെ 67-68 ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് ഞാൻ ക്ലിയർ ചെയ്തത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പ്രിലിംസിൽ എനിക്ക് തോന്നിയത് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് പിൻ പോയിൻ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതായിരുന്നു. പിന്നെ 2 എന്ന് പറയുന്നത് പേപ്പർ അത്യാവശ്യം ലെങ്തിയാണ്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഞാൻ സ്കാൻ ചെയ്തിട്ട് എനിക്കറിയാവുന്നതാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചപ്പോൾ എനിക്കറിയാവുന്നതാണെന്ന് തോന്നിയ ക്വസ്റ്റ്യൻസാണ് ഞാൻ ചെയ്തത്. റൗണ്ട് വെച്ചിട്ട് ചെയ്തു. അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ടൈം കൺസ്ട്രെയിൻസും ആയിരുന്നു. പിന്നെ ഒരുപാട് ഇപ്പോൾ ഒരു 80+ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ മാത്രമേ ക്ലിയർ ചെയ്യുന്നുള്ളൊരു മിത്തുണ്ട്. എൻ്റെ കേസിൽ അത് എനിക്ക് അത്ര വർക്കായി തോന്നിയില്ല. ഇപ്പോൾ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയാലും ഞാൻ 74 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താണ് ക്ലിയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ആക്യുറസി ഉണ്ടെങ്കിൽ ഒരു 75-80 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താലും ക്ലിയർ ചെയ്യാൻ പറ്റും.
അല്ലാതെ ഒരു 90+ ചെയ്താൽ മാത്രമേ ക്ലിയർ ചെയ്യുള്ളൂ എന്നൊരു മെൻറ്റാലിറ്റിയുടെ ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.